വേണ്ട, കൊല്ലണ്ട. അവളെ മെരുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിടെ കിടക്കണേ. നിനക്ക് വേണ്ട എന്താണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നിക്കടി അവിടെ. എടി നിക്കാൻ. എനിക്ക് പോണം. പുരുത്തം കെട്ടവള് കൊണ്ടുപോടാത്തേക്ക്. ஐயோ குழந்தை காணா, யாராவது போய் கொஞ்சம் கூப்பிடுங்க. கௌரி. അപ്പു, ആ പെൺകുട്ടി അത് ഗൗരിയാണ്. എനിക്ക് അവളെ അറിയാം അപ്പു. അവളുടെ ഊമയായ അനിയനെ, അമ്മയെ, പാട്ടിയെ. ഇല്ല, അവൾ ഈ നരകത്തിൽ അകപ്പെടാൻ പാടില്ല. അവളുടെ പവിത്രത ആരും ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്താൻ പാടില്ല. അപ്പോ ഒരാളെ കൂടി കൊണ്ടുപോകാൻ നിന്റെ ലോറിക്കാർ തയ്യാറാകൂ? എന്തായി പറയുന്നത്? അതെ അപ്പോ, എനിക്ക് അവളെ അവളുടെ വീട്ടിലെത്തിക്കണം. ഈ പറയുന്നതിന്റെ പിന്നിലെ മനുഷ്യത്വം എനിക്ക് മനസ്സിലാവും. പക്ഷെ പട്ടേൽ, അയാളോട് ഞാൻ സംസാരിക്കാം. വേണ്ട, അതത്ര നിസ്സാരമല്ല. നിങ്ങൾ കണ്ടതിനപ്പുറത്ത് അയാളൊരു ചെകുത്താനുണ്ട്. അറിയാം. എങ്കിലും ഞാൻ അയാളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. നീ ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ പട്ടേലിന്റെ മുമ്പിൽ വന്നിത് പറയാൻ നീ ധൈര്യം കാണിച്ചത്. ആ കൊച്ചിനെ നിനക്ക് കൊണ്ടുപോകണമെങ്കിൽ ആയിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അവളുടെ പുറത്ത് ഞാൻ ഇറക്കിയ കാശ് അതെനിക്ക് തിരിച്ചു കിട്ടണ്ടേ? അതല്ലേ ന്യായം? എന്താ പോ? തരാം, ഞാൻ തരാം. എന്നാവാ, പണവും കൊണ്ട്. ബാക്കി നമുക്കപ്പം സംസാരിക്കാം. എന്താ? കരയല്ലേ, കൊണ്ടുപോവുക കുട്ടിയെ ഞാൻ.
പണം കൊടുക്കാമെന്ന് പട്ടേലിനോട് പറയുമ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. അതറിയാൻ തന്നെയാ ഞാനും നിന്നത്. എവിടുന്ന് എടുത്ത് കൊടുക്കും? രൂപ 50,000 വേണം. അത്രയും തുക എനിക്കറിയില്ല അപ്പോ. എന്റെ കയ്യിലുള്ള നുള്ളി പറയ്ക്കാ തന്നെ എവിടെ എത്താനാ? എന്തെങ്കിലും വിൽക്കാനോ പണയം വെക്കാനോ എന്ന് വിചാരിച്ച എന്തെടുത്ത് വിൽക്കാനാ? വാങ്ങാൻ ആളുണ്ടോന്ന് അന്വേഷിക്കേ, അല്ലെങ്കിൽ പണയത്തിന് എന്റെ ജീവൻ എന്റെ അതേ ഉള്ളൂ. ഇതെടുക്കാം. ഇത്രയും കാലം മാനം വിറ്റ് കിട്ടിയതാ. ഇതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷായി. നിങ്ങളൊരു വലിയ മനുഷ്യനാ. ദൈവം നിങ്ങളെ എങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുജ്ജന്മ പുണ്യം. അരുത്, നിങ്ങളുടെ കൈകൊണ്ട് തൊടാനുള്ള യോഗ്യത ഇതിനില്ല. അപ്പോ ഇതെടുക്ക്. ഒരു വലിയ മനസ്സുണ്ട് നിനക്ക്. നിന്റെ മുന്നിൽ ഞാനും ഈ ലോകവും ചെറുതാവുക. $50,000-ൽ കൂടുതൽ ഇതിന് വില വരുമെന്ന് പറയപ്പോ. അച്ഛാ, 50,000. 50,000. അപ്പോ നീ അറിഞ്ഞു വെച്ചിരിക്കുന്നു എന്റെ മുതൽ മുടക്ക്. രഘുവീർ, ഇവൻ ആള് കൊള്ളാമല്ലോ. ഇവനെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ കാര്യം ശരിയാവത്തില്ല. നിനക്ക് ഇന്ന് തന്നെ സ്ഥലം വിടാം. കൊച്ചിനെ ഞാൻ പുറകെ അയച്ചേക്കാം. ഇറങ്ങി പോടാ. നമുക്ക് പോവാം. അയാൾ വാക്ക് മാറി. ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട, അരുത്, അരുത്. വരൂ. പറയുന്ന കേൾക്കരുതേ. ഇത് കണ്ടോ? ആരുടെ സമ്പാദ്യമാണ് ഇത്? ഏതോ അവളുടെ അമ്മയെ കെട്ടിക്കാൻ കരുതി വെച്ച പൊന്നും പണവും. ആരാണിത്? എനിക്കറിയാം, എനിക്കറിയാം. രഘുവീർ,